ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളും ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അതുപോലെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു അധികം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. റവ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടിയിൽ 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് 1 കപ്പ് റവ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. കട്ട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുത്ത് കട്ട കിട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് റവ കുറേശ്ശെ ഇതേമാതിരി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. റവ എല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-2 മിനിറ്റ് നേരം നന്നായി സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതേമാതിരി ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്ക് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഒരു സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് നന്നായി സ്മൂത്തായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതേമായി സ്മൂത്തായിട്ട് നമ്മൾ നന്നായി ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന അത്രയൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നമ്മൾ നന്നായി കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ചെറിയ ബോൾസായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. കുഴക്കട്ട ഉണ്ടാക്കുന്ന അത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ ബോൾസാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ കൊണ്ട് നമ്മൾ ഇതേമാതിരിയുള്ള ബോൾസ് എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെയാണിത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമറിൻ്റെ ട്രേയിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്ത് ഗ്രീസ് ചെയ്തെടുക്കാം. അതിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബോൾസെല്ലാം ഇതിലേക്ക് അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുറച്ച് ഓരോന്ന് വേറിട്ട് കിടക്കുന്ന രീതിയിൽ നമുക്കത് എല്ലാം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമറിൽ. ഇനി ഈ ട്രേ നമുക്കതിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു 6-7 മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ബോൾസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ട്രേ മാറ്റി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്ക്. ഈ സമയത്ത് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇതെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. എണ്ണയിൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്ത ബോൾസ് എല്ലാം ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മുടെ ഇനി അവസാനം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ 4 മണി പലഹാരം റെഡിയായി. ഈ റവ കൊണ്ടുള്ള ഈ രീതിയിലുള്ളൊരു പലഹാരം നമുക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി വ്യത്യസ്തമായൊരു വീഡിയോ വരുന്നതിലേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.